അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് സാരി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മളിട്ട ഒരു 1 മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നില്ലേ, ആ വീഡിയോയിൽ ഞാൻ ഇത്രയും റെസ്പോൺസോ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഓഡിയൻസിനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കാണിച്ച അത്രയും സാരി സോൾഡ് ഔട്ടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് നല്ല സാരീസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബിന്നി സിൽക്കിൽ വന്നിട്ടുള്ള റെഡ് ബോഡിയിൽ ഒരു ചെറിയ ഒരു ബ്ലാക്ക് ബോർഡർ വന്നിട്ടുള്ള കോപ്പർ ഷെയ്ഡാണ് കേട്ടോ. സിൽക്ക് ഇവിടെ കോപ്പർ ഷെയ്ഡാണ് വന്നിട്ടുള്ള ഒരു നല്ല സാരിയാണിത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ബ്ലാക്ക് ആണേ. ബിന്നി സിൽക്കാണ് ആകെ ആക്ച്വലി ഇതിൻ്റെ ഒരെണ്ണം മാത്രം ഇപ്പോൾ നമ്മുടെ കയ്യിൽ അല്ല, രണ്ട് കളർ ചേഞ്ച് ഉണ്ട്. ഒരെണ്ണം ഒരു പർപ്പിളും പിന്നെ ഒരു റെഡും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ഈ ബ്ലാക്ക് ബ്ലൗസാണ് ഇതിൻ്റെ ബ്ലൗസായിട്ട് വരുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. നല്ല ഭംഗിയാണ് സാരി. ഇത് ഉടുത്ത് കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. സോ ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ തന്നെ ആയിരിക്കും കേട്ടോ എൻ്റെ ഡെസ്പാച്ച് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത സാരി വന്നിട്ട് ഒരു ബാന്തിനി പ്രിൻ്റാണ്, ബ്ലാക്കിൽ തന്നെയാണ്. ഇതെന്താ ബ്ലാക്ക് മാത്രമാണോ കാണിക്കുന്നതാണോ വിചാരിക്കണേ? നമുക്ക് ബ്ലാക്കിന് ഭയങ്കര എൻക്വയറിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ബ്ലാക്ക് കുറച്ച് കൂടുതൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ബ്ലാക്കിൽ വന്നിട്ടുള്ളൊരു ബാന്തിനി പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇതാ നോക്കൂ, നല്ലൊരു സാരിയാണേ. പിന്നെ ഈ സാരിയുടെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ചെറിയ വൈറ്റ് ത്രെഡ് വർക്കൊക്കെ വന്നിട്ട് വളരെ ഭംഗിയുള്ള ഒരു സാരിയാണ്. ഇതിലൊരു പിസ്ത ഗ്രീൻ കളറ് നമ്മുടെ ഈ സാരിയുടെ ഒരു 3 ഷെയ്ഡ് അവൈലബിൾ ആണ്. വൈറ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു പിസ്ത ഗ്രീൻ കളറുണ്ട്, പിന്നെ ഒരു റെഡ് കളറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരി. പിന്നെ ഒരു നെറ്റ് കോട്ടയാണ് അടുത്ത ഒരു നെറ്റ് കോട്ട സാരി എപ്പോഴും വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഒരു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മൾ ഈ എന്താ പറയുക, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ് നെറ്റ് കോട്ട. ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആണോ? ട്രാൻസ്പെറൻ്റ് എന്ന് പറയുന്ന ചിലർക്ക് തീരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരി ഉടുക്കുന്നത് ഇഷ്ടമല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഇതൊരു ചോയ്സ് അല്ല. ഇത്ര ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ സാരി 1 പ്ലീറ്റ് ഒന്നും അല്ല, നമ്മൾ പ്ലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന് പ്രോബ്ലം ഇല്ല. ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ സാരി വരുന്നത്. അതുകൊണ്ട് ഇതിനാണ് എൻ്റെ പല്ലു വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ പല്ലു വരുന്നത്. ഓവറോൾ ഈ ഒരു ബ്ലൂ കളർ തന്നെയാണ് വരുന്നത്. ഫുൾ ബോഡി ബ്ലൂ തന്നെയാണ് വരുന്നത്. ബോഡിയിലൊന്നും പ്രിൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ്. ഇങ്ങനെ ഇതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡും പിന്നെ ഒരു മെറൂൺ ഷെയ്ഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഷെയ്ഡും. ഇത്രയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് കോട്ടയിൽ വരുന്നിട്ടുള്ള സാരികൾ. പിന്നെ നമുക്ക് കാഞ്ചി കോട്ടൺ കണ്ടാലോ? കുറച്ച് കാഞ്ചി കോട്ടൺ സാരീസ്. ഒരു ബ്ലൂ സാരി വിത്ത് പിങ്ക് ബോർഡർ. അത് പീക്കോക്കാണ് കേട്ടോ വരുന്നത്. പീക്കോക്ക്. ഇതാണ് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ. ഈ ഒരു സംഭവം തന്നെയാണ് എൻ്റെ സാരി ബോർഡറിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ പല്ലു കാണിച്ചു തരാം. ഇതിൻ്റെ പല്ലു വന്നതാ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ പല്ലു വരുന്നത്. ഇത് നമുക്കൊരു ടെമ്പിൾ ലുക്കിന് അല്ലെ ഒരു വെഡ്ഡിങ് ലുക്കിന് ഒക്കെ ഭയങ്കര സ്യൂട്ടായിട്ട് ഉള്ള ഒരു സാരിയാണ്.
കാഞ്ചി കോട്ടൺ. അടുത്ത സാരി വന്നിട്ട് ഈ കാഞ്ചി കോട്ടണിൽ തന്നെ ഇതൊന്നും വിത്ത് ബ്ലൗസ് ഇല്ല കേട്ടോ. ഇത് നമ്മൾ ഒന്നുകിൽ ഞാൻ പറയുകയാണെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ടേ, കോട്ടൺ സിൽക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് പിങ്ക് തന്നെ എടുത്തിട്ട് അതിനകത്തുനിന്ന് സാരിയുടെ സൈഡിൽ നിന്ന് ഈ കസവ് വെട്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അടുത്തത് വരുന്നൊരു വൈറ്റ് കളർ കാഞ്ചി കോട്ടൺ സാരിയാണ്. ദാ ഓവറോൾ ബോഡി ഫുള്ള് ചെക്കാണ്, കുട്ടി കുട്ടി ചെക്കുകളാണ് വരുന്നത്. ഇതാണ് പീകോക്ക് തന്നെയാണ് അതിൻ്റെ സാരിയുടെ ബോർഡറിൽ വരുന്നത്. നല്ല ഒരു ഓഫ് വൈറ്റിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സെറ്റ് സാരി ഉണ്ടല്ലോ, അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയൊരു ഓപ്ഷനായിരിക്കും. ഇതും നമ്മളൊരു കോൺട്രാസ്റ്റ് ബ്ലൗസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കേട്ടോ. ഇനിയൊരു പച്ചക്കളർ, ഒരു എന്താ പറയുക, എല്ലാവർക്കും ചേരുന്ന ഒരു ഗ്രീൻ കളറാണ് ഈ ഒരു ഗ്രീൻ കളറ്. ഈ എക്സാക്റ്റ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആ കളർ തന്നെയാണ് കേട്ടോ ഈ സാരിക്കുള്ളത്. ഞാൻ ഫിൽറ്റേഴ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല. എക്സാക്റ്റ് നിങ്ങൾ ഈ കാണുന്ന ഈ സാരിയുടെ ബോർഡർ ഇതാ ഇങ്ങനെയാണ് വരണത്. ഇതിന് ഡ്യുവൽ ഷെയ്ഡ് അല്ല കേട്ടോ. മുൻപൊരു സാരി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഡ്യുവൽ ഷെയ്ഡാണ്. ഒരു ഗംഗാ ജമുന കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. അതായത് കൊണ്ട് ഇതിൻ്റെ പീക്കോക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ്. പിന്നെ എൻ്റയർ ബോഡി ഈ സാരിയുടേത് ആസ് യൂഷ്വൽ നമ്മൾ ചെട്ടിനാട് കോട്ടണിൽ ചെക്ക് വരുന്നത് നമ്മൾ ഓൾറെഡി പലതവണ കണ്ടിട്ടുണ്ടാവും. സെയിം തന്നെയാണ് കേട്ടോ, സെയിം തന്നെയാണ്. ഇതിൻ്റെ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ കാണിച്ചു തരാം. ബോർഡറിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. നമുക്കൊരു ടെമ്പിൾ, ഒരു വെഡ്ഡിങ്ങിനോ നമുക്കൊരു അമ്പലം പോകുന്ന സമയത്തോ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാം ഈ ഒരു സാരി. നല്ലൊരു ഓപ്ഷനാണ് ഈ നമ്മുടെ കാഞ്ചി കോട്ടണിൽ വരുന്ന ഈ ചെക്ക് ഡിസൈൻസ്, അടിപൊളിയാണ് കേട്ടോ. അതേപോലെ ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സാരി ഞാൻ കാണിച്ചു തരാം. കാഞ്ചി കോട്ടണിൽ തന്നെ സിൽവർ ജെറി വരുന്നിട്ടുള്ള ബ്ലാക്കും റെഡും കോമ്പിനേഷനിൽ വരുന്നിട്ടുള്ള ഒരു നല്ല സാരിയാണ് ഇത്. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു. നല്ല ഭംഗിയാണ് ഈ സാരി ഉടുത്ത് കഴിയുമ്പോഴത്തേക്കിനും. നിങ്ങളിപ്പോൾ ചിലപ്പം ഇതിപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരി ആയതുകൊണ്ട് പലപ്പോഴും ഈ സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാ ഇങ്ങനെ, ഇതാണ് അതിൻ്റെ, അയ്യോ തിരിഞ്ഞുപോയി, ഇങ്ങനെയാണ് വരണത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ഇതാണ് അതിൻ്റെ സാരി. ഇതാണ് അതിൻ്റെ ബോർഡർ വന്നിട്ട് പീക്കോക്ക് തന്നെയാണ് വരുന്നത്. കാഞ്ചി സാരീസിലൊക്കെ എപ്പോഴും പീക്കോക്കും ബുട്ടാസും ആയിരിക്കും, മീൻ മാങ്ങ കേട്ടോ മോട്ടീവ്സൊക്കെ ആയിരിക്കും മിക്കവാറും വരുന്നത്. ഇതാണ് എൻ്റെ ഒരു നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. അടിപൊളി സാരിയാണ് ഈ ഒരു റെഡും ബ്ലാക്കും. പിന്നെ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കിൽ ഓവറോൾ ഈ ഒരു ഇത് തന്നെയാണ് എൻ്റയർ സാരി തന്നെയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ബേബി പിങ്ക് കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3-4 തവണ ഇത് സാരി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ധാവണിക്ക് അടിപൊളിയാണ്. ഈ ഒരു ഭയങ്കര നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ഒരു സാരി അടിപൊളിയാണ്. പിന്നെ ഉള്ള ഒരു കാഞ്ചി കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള സാരിയുടെ പല്ലുവാണിത്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഞാൻ കുറച്ച് പീക്കോക്കല്ല, ഒരു ഫ്ലവർ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇങ്ങനെയാണ് എൻ്റയർ സാരി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സാരി കളക്ഷൻ. ഈ സാരികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം. അപ്പോൾ ഈ സാരി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്യുക. പിന്നെ നമ്മളെ ഈ സാരി
എന്താ പറയുക, സാരികളുടെ വിശേഷങ്ങളൊക്കെ അറിയാനും സാരി പുതിയ പുതിയ സാരികളൊക്കെ കാണാനും ഒക്കെ വാങ്ങാനും ഒക്കെ താല്പര്യമുള്ളവർ ദയവായി ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. സോ ഞങ്ങൾ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, 1, 2, 3 സാരികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം. അപ്പോൾ ഓർഡർ വൺസ് പ്ലേസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ, അതായത് ഇപ്പോൾ നിങ്ങൾ രാവിലെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം തന്നെ അന്നേ ദിവസം തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യും, അതല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഡെസ്പാച്ച് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഒരിക്കൽ കൂടി പറയട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന അത്രയും സപ്പോർട്ടിന് വളരെ നന്ദി. ഇനിയും ഈ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഈ സാരിയുടെ വീഡിയോസൊക്കെ വാങ്ങണം എന്ന് മാത്രമല്ല, സാരിയുടെ വിശേഷങ്ങളൊക്കെ അറിയാനും പുതിയ സാരിയുടെ എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള സാരികളൊക്കെ കാണാനും എടുക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മളെ ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാം ഒന്ന് നിങ്ങൾ പരിഗണിക്കണം കേട്ടോ. അപ്പോൾ ടൈം കാണുന്നതിന് വരെ ബൈ ഫ്രം രാധിക.